ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇവിടെ ഹൈഡ് ചെയ്ത് വെച്ചേക്കുന്ന കുറച്ച് പ്ലാന്റുകൾ, നമ്മളിവിടെ സൂക്ഷിച്ച് വെച്ചേക്കുന്ന മദർ പ്ലാന്റുകളൊക്കെ നമുക്കൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. അന്നേരം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കുക. റെയറായിട്ടുള്ള കുറേ പ്ലാന്റുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം. നമ്മുടെ ചാനൽ ഒരുപാട് റോസ് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അവർക്ക് വേണ്ടി ഒരു ചെറിയ ടിപ്പും കൂടെ പറഞ്ഞിട്ട് പോവുകയാണ്. നമ്മളെ ടാറ്റ മാണിക് എന്ന് പറയുന്ന മെഡിസിൻ ഉണ്ട്. അതിനകത്തുനിന്ന് ഒരു 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിലിട്ട് നല്ലപോലെ കലക്കിയതിന് ശേഷം ഒന്ന് ഇലയുടെ അടിവശത്തൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ റോസിനകത്ത് വരുന്ന ഈ വെള്ളീച്ചന് മാത്രമല്ല മറ്റുള്ള ചെടികൾക്ക്, ചെമ്പരത്തിക്ക്, അതേപോലെ തന്നെ പച്ചക്കറി തൈകൾക്കൊക്കെ വരുന്നതാണ് ഈ വെള്ളീച്ച എന്ന് പറയുന്ന വെള്ള നിറത്തിലുള്ള പറന്നു പോകുന്ന ഒരുതരം പ്രാണിയാണ്. അതിന് ഏറ്റവും നല്ല ഒരു മരുന്നായിട്ട് ടാറ്റ മാണിക് എന്നറിയപ്പെടുന്ന മെഡിസിൻ 2 ഗ്രാം മുതൽ 3 ഗ്രാം വരെ 1 ലിറ്റർ വെള്ളത്തിലെടുത്ത് നല്ലപോലെ കലക്കിയിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 90% നമുക്ക് നല്ല റിസൾട്ടുണ്ട്. അന്നേരം വെള്ളീച്ചയ്ക്ക് ഏറ്റവും ഒരു പരിഹാരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് റെയറായിട്ടുള്ള പ്ലാന്റുകളിലേക്ക് കടന്നു പോകാം. ആദ്യമായിട്ട് പിങ്ക് പ്രിൻസസ് ആണ്. നല്ല നോഡ് പ്രൊപ്പഗേറ്റഡ് പ്ലാന്റാണ് ഈ കാണുന്നത്. അക്യൂകൾച്ചർ പ്ലാന്റിന് ഈ കളറ് പെട്ടെന്ന് ഫെയ്ഡായി പോവും. അതേപോലെ തന്നെ ഈ കാണുന്നത് മെലാനോക്രൈസമാണ്. മെലാനോക്രൈസം എന്ന് പറയുന്നത് പണ്ട് ഫോട്ടോസിലെല്ലാം ഒരുപാട് കണ്ടിട്ടുള്ള സാധനമാണ്. ഭയങ്കര റെയറായിട്ടുള്ള പ്ലാന്റാണ്. അതേപോലെ തന്നെ ഇത് ഗിഗാസ് എന്നറിയപ്പെടുന്ന പ്ലാന്റാണ്. ഫിലോഡെൻഡ്രൻ ഗൈഗസ് എന്നൊക്കെ അറിയപ്പെടും. അതേപോലെ തന്നെ ഇത് ഫിലോഡെൻഡ്രൻ ബിലീറ്റി എന്ന് പറയുന്ന റെയറായിട്ടുള്ള ഒരു ഫിലോഡെൻഡ്രനാണ്. ബിലീറ്റി നല്ല ഇലയ്ക്ക് നല്ല നീളം വരുന്ന ഒരു വെറൈറ്റിയാണ്. അതേപോലെ തന്നെ ഇത് ജോസ് ബുവാണോ വൈറ്റ് വേരിഗേറ്റഡ് എന്നറിയപ്പെടുന്ന ഫിലോഡെൻഡ്രൻ വെറൈറ്റിയാണ്. ജോസ് ബുവാണോ വൈറ്റ് വേരിഗേറ്റഡ് എന്ന് തന്നെ അറിയപ്പെടുന്നത്. അതേപോലെ തന്നെ ഇത് വെരിഗേറ്റഡ് ടൈപ്പ്, ഒരു യെല്ലോയിൽ ഗ്രീൻ വെരിഗേഷനുള്ള ഒരു വെറൈറ്റി ഫിലോഡെൻഡ്രനാണ്. അതേപോലെ ഇതെല്ലാം പല വെറൈറ്റി ഫിലോഡെൻഡ്രൻസിൻ്റെ ഒരു കളക്ഷൻ നമ്മൾ സേഫായിട്ട് ഇപ്പം സൂക്ഷിച്ച് വരുന്നുണ്ട്. ഇത് ഗ്ലോറിയോസമാണ്. കഴിഞ്ഞ ദിവസത്തിലെ വീഡിയോയിൽ നമ്മളൊരു ഗ്ലോറിയോസം പ്ലാന്റ് കാണിച്ചിരുന്നു. അതേപോലെ തന്നെ ഇത് സ്ട്രോബെറി മിൽക്ക് ഷേക്ക് എന്നറിയപ്പെടുന്ന സിങ്കോണിയം വെറൈറ്റിയാണ്. സ്ട്രോബെറി മിൽക്ക് ഷേക്ക് എന്നാണ് ഇതിനറിയപ്പെടുന്നത്. പണ്ട് ഒരുപാട് കിട്ടിക്കൊണ്ടിരുന്ന പ്ലാന്റാണ്. എന്നാൽ ഇന്ന് വളരെ റെയറായിട്ട് കിട്ടുന്ന പ്ലാന്റുകളിൽ ഒന്നാണ് സ്ട്രോബെറി മിൽക്ക് ഷേക്ക് എന്നറിയപ്പെടുന്ന ഈ ഇനം. ഇതെല്ലാം ഫിലോസിൻ്റെ ഓരോ വെറൈറ്റീസ് കളക്ട് ചെയ്ത് നമ്മൾ സേഫായിട്ട്, നമ്മൾ നഴ്സറിയിലല്ല, ഇത് വേറൊരു പുരയിടത്തിൽ നമ്മളിത് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതാണ്. അതേപോലെ തന്നെ കുറച്ച് അഗ്ലോണിമ, റെയറായിട്ടുള്ള കുറച്ച് അഗ്ലോണിമാസ്. അതേപോലെ തന്നെ ഇത് ജന്മനി ഗോൾഡൻ കാർഡ്ബോർഡ് എന്നറിയപ്പെടുന്ന വെറൈറ്റിയും ഗ്രീൻ കാർഡ്ബോർഡ് എന്നറിയപ്പെടുന്ന വെറൈറ്റി ആയിട്ടുള്ള ആന്തൂറിയം വെറൈറ്റീസാണ്. വളരെ ഭംഗിയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബ്രോഡ് ലീഫായിട്ടുള്ള നല്ല കളർഫുള്ളായിട്ടുള്ള ലീഫാണ്. ഒച്ചിൻ്റെ ശല്യമൊന്നും ഇല്ലെങ്കിൽ ഇൻഡോറായിട്ട് വെക്കാനായിട്ടൊക്കെ ഏറ്റവും നല്ല പ്ലാന്റുകളിൽ ഒന്നാണ് ഈ പറയുന്ന ലീഫ് ആന്തൂറിയത്തിൽ തന്നെയുള്ള വെറൈറ്റി. ഇതിൻ്റെ ഹുക്കറി വെറൈറ്റീസ് ആയിട്ടുള്ള ക്രോസ് വെറൈറ്റിയൊക്കെ നമുക്ക് തൈകൾ ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ തൈകൾ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അയച്ചു തരാൻ സാധിക്കും. ലീഫ് ആന്തൂറിയത്തിൻ്റെ ഹുക്കറി വെറൈറ്റി ക്രോസ് ഹൈബ്രിഡ് ആയിട്ടുള്ള ലീഫ് ആന്തൂറിയത്തിൻ്റെ തൈയാണ്. അതേപോലെ തന്നെ ഈ കാണുന്നത് വൈറ്റ് വിസാർഡ് എന്നറിയപ്പെടുന്ന ഫിലോഡെൻഡ്രനാണ്. റെയറായിട്ടുള്ള ഒരു ഫിലോഡെൻഡ്രനാണ് വൈറ്റ് വിസാർഡ് എന്നറിയപ്പെടുന്നത്. നല്ല വൈറ്റ് കളർ ഗ്രീനിനകത്ത് വരും. ഇതാണ് അതിൻ്റെ പ്രത്യേകത. മാത്രമല്ല നല്ല ബ്രോഡ് ലീഫായിരിക്കും. പുതിയ ലീഫിന് വരുമ്പോഴത്തേക്കും ഒരു 50% മുതൽ 80% വരെ നല്ല വെരിഗേഷൻ വരുന്നു എന്നുള്ളതാണ് ഇതിനൊരു സവിശേഷത. അതേപോലെ തന്നെ ഇത് ബ്രാൻഡിയാഷം എന്നറിയപ്പെടുന്ന ഒരു ഫിലോഡെൻഡ്രനാണ്. എന്നുവെച്ചാൽ റെയറായിട്ടുള്ള ഫിലോഡെൻഡ്രൻ്റെ കൂട്ടത്തിൽ നല്ലൊരു വെറൈറ്റിയാണ് ഈ പറയുന്ന ബ്രാൻഡിയാഷം എന്നറിയപ്പെടുന്ന ഈ പ്ലാന്റ്. അതേപോലെ തന്നെ ഇത് ഒരു പ്ലുമേറിയ വെറൈറ്റി. അതേപോലെ റെയറായിട്ടുള്ളതാണ്. ഇത്തരം ലീഫ് ആന്തൂറിയത്തിൻ്റെ തൈകൾ ഇപ്പോൾ നമുക്ക് സ്റ്റോക്ക് ഉണ്ട്. തൈകൾ ഒരു 100-300 തൈയോളം നമുക്കിപ്പോൾ ആയിട്ടുണ്ട്. അതേപോലെ തന്നെ പെർഷ്യൻ ഷീൽഡ് എന്നറിയപ്പെടുന്ന പ്ലാന്റാണ് ആ കാണുന്നത്, പേർഷ്യൻ ഷീൽഡ്. അതേപോലെ തന്നെ ഇത് ഫിലോഡെൻഡ്രൻ വെറൈറ്റിയിൽ തന്നെയുള്ള മോൺസിറ ലെച്ചിലേറിയാന എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റാണ്. അത്യാവശ്യം വിലയുള്ളൊരു പ്ലാന്റാണ് ലെച്ചിലേറിയാന. ഇത് മോൺസിറ മിനി. ഇതെല്ലാം ഓരോ വെറൈറ്റികളാണ്. ഇത് നമ്മളെ വിസാർഡ് തന്നെയാണ്. കണ്ടില്ലേ, അതിന് വെരിയേഷനൊക്കെ ആയി തുടങ്ങുന്നതേ ഉള്ളൂ. ഇത് കളറിൻ്റെ ഫോമേഷൻ കണക്കാണ് ഇതിനകത്ത് വരുന്നത്. വെയിൽ എത്ര അടിക്കുന്നോ അതനുസരിച്ച് കളർ ഫോം ചെയ്യും എന്നാണ് ഉദ്ദേശിച്ചത്. അന്നേരം അതും കൂടെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ നല്ല റെയറായിട്ടുള്ള പണ്ട് കാലത്ത് ഒരുപാടുണ്ടായിരുന്ന പ്ലാന്റാണ്. എന്നാൽ ഇന്ന് അന്യം നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്ന പ്ലാന്റുകൾ ഒരു ചെറിയ ഒരു കളക്ഷനാണ് ഈ കാണുന്നത്. ഒരുപാട് നിങ്ങൾ ഓൺലൈനിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. ഇത് മെലാനോക്രൈസത്തിൻ്റെ വലിയ പ്ലാന്റാണ്. ബ്രോഡ് ലീഫ് ഏകദേശം ഒരു 1.5 അടി നീളം വരെ വരും. അതേപോലെ ഇത് ഫിലോഡെൻഡ്രൻ ബ്ലിസാർഡ് എന്നറിയപ്പെടുന്ന പ്ലാന്റാണ്.
ജൈജാൻഡം വേരിഗേറ്റ് എന്ന കാര്യം. ഇത് ഫിലോഡെൻഡ്രൻ ഡുബിയ എന്നറിയപ്പെടുന്ന ഒരു ഫിലോഡെൻഡ്രൻ വെറൈറ്റിയാണ്. സ്കിനാപ്സിസ് എന്നൊക്കെ പറയുന്ന വെറൈറ്റിയിൽ വരുന്നതാണ് എന്നുണ്ടെങ്കിലും ഇത് ഫിലോഡെൻഡ്രൻ ഡുബിയ എന്നാണ്. ബോർഡിനകത്ത് ഇതേപോലെ നല്ല ഭംഗിയായിട്ട് നിൽക്കും. അതേപോലെ ഇത് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഫിലോഡെൻഡ്രൻ മെലാനോ ക്രൈസം, അത് വിസാഡ്. ഇത് ബ്ലിസാഡ് എന്നും അറിയപ്പെടും. ഇതിന് ജൈജാൻഡം വേരിഗേറ്റഡ് എന്നും അറിയപ്പെടും. അതേപോലെ തന്നെ ഇത് നമ്മളെ ഗിഗാസിൻ്റെ ഒരു വലിയ ലീഫുള്ള പ്ലാന്റാണ്. ഏകദേശം ഒരു 1 അടി 1.5 അടി നീളം വരെ വരുന്ന ഒരു വെറൈറ്റി പ്ലാന്റാണ്. ഇതിനടുത്തൊരു എപ്പിസോഡ് ഉണ്ടാവും. റെയറായിട്ടുള്ള കുറേ പ്ലാന്റുകൾ കൂടി നിങ്ങളെ കാണിക്കാനുണ്ട്. നമുക്ക് ലീഫ് ആന്തൂര്യത്തിൻ്റെ ഹുക്കറി നമ്മൾ നേരത്തെ കാണിച്ചതിൻ്റെ തൈകൾ വേണമെന്നുണ്ടെങ്കിൽ അറേഞ്ച് ചെയ്ത് തരാൻ സാധിക്കുന്നതാണ്. 3 പ്ലാന്റ് 500 രൂപയാണ് വില. 50 രൂപ കൊറിയർ ചാർജും കൂടെ ആവും. ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ നമ്പറിനകത്ത് വാട്സപ്പ് ഉണ്ട്, അതിനകത്തേക്ക് അഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അയച്ചു തരാൻ സാധിക്കും. അതേപോലെ തന്നെ കൊണ്ടു ചെന്ന് കഴിഞ്ഞാൽ ഇച്ചിരി ചകിരിച്ചോറും ചാണകപ്പൊടിയും ഇട്ട മണ്ണിനകത്ത് സ്വല്പം നാടൻ മണ്ണും കൂടി ഇട്ട് മിക്സ് ചെയ്ത് ഇതിനെ നമുക്ക് അതിനകത്ത് വെച്ച് വളർത്തിയെടുക്കാൻ സാധിക്കും. നല്ലൊരു ഇൻഡോർ പ്ലാന്റായിട്ട്, നല്ലൊരു സെമി ഷെയ്ഡ് ഏരിയയിലൊക്കെ വെക്കാൻ പറ്റുന്ന പ്ലാന്റായിട്ട്. ഇതൊക്കെ നമ്മൾ അതേപോലെ തന്നെ വളർത്തിയെടുത്ത പ്ലാന്റാണ്. നമ്മൾ പരീക്ഷിച്ച് സെറ്റായതിന് ശേഷമാണ് തന്നെ കണ്ടില്ലേ, ഓരോ പ്ലാന്റിൻ്റെയും വളർച്ച കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നല്ല ബ്രോഡ് ലീഫായിട്ട് ഇത് ഇത്തരത്തിലുള്ള തൈകൾ. ഇത് സെക്കൻഡ് സ്റ്റേജാണ്. ഇപ്പം കൊണ്ടുവന്ന പ്ലാന്റ് ഏകദേശം ഒരു കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ ഒരു 45-60 ദിവസമൊക്കെ കഴിയുമ്പോൾ തന്നെ പുതിയ ഷൂട്ടൊക്കെ വന്ന് നല്ല പോലെ കയറി വന്നുകൊണ്ടിരിക്കുന്ന പ്ലാന്റാണ്. ഇതിൻ്റെ തൈകളാണ് 4 പരുവം ഈ സൈസിലൊക്കെയുള്ള തൈകളാണ് നമ്മൾ വരാറുള്ളത്. തൈയുടെ ഫോട്ടോ നമ്മളിതിനകത്ത് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് അതിൻ്റെ തൈകളാണ് നിരത്തി വെച്ചേക്കുന്നത്. തൈ ആവശ്യമുള്ളവർ 3 പ്ലാന്റ് 500 രൂപയാണ്. ഈ സൈസിലുള്ള പ്ലാന്റാണ് സെയിലിനുള്ളത്. അന്നേരം 3 പ്ലാന്റ് 500 രൂപയാണ് വില വരുന്നത്. അത് അയച്ചു തരുന്നതായിരിക്കും. കറക്റ്റായിട്ട് ഈ കാണുന്ന നമ്പറിനകത്ത് അഡ്രസ്സ് വാട്സപ്പ് ചെയ്യുക. നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് കൊറിയർ ചാർജ് ഫ്രീ ആയി കേരളത്തിൽ എവിടെ വേണമെങ്കിലും അയച്ചു തരുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അന്നേരം മാക്സിമം നിങ്ങളെ കൂട്ടുകാരിലേക്ക് കൂടി എത്തിക്കാനായിട്ട് മാക്സിമം ഷെയർ ചെയ്യുക. അന്നേരം ഇനി ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണും വരെ എല്ലാവർക്കും ശുഭദിനം നേരുന്നു. താങ്ക് യു.